ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കൽപ് യാത്ര ജൻ ആന്തോളനായി മാറി അടുത്ത മാസവും യാത്ര തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാജ്യത്തെ പ്രതിദിന റോഡ് നിർമ്മാണ പുരോഗതി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഗുജറാത്തിൽ വഡോദര ബോട്ട് അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. AFC ഏഷ്യൻ കപ്പിൽ ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്തുടനീളമുള്ള മികച്ച പ്രതികരണത്തെ തുടർന്ന് വികസിത് ഭാരത് സങ്കൽപ് യാത്ര അടുത്ത മാസവും തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 മാസം പൂർത്തിയാക്കിയ യാത്ര ജൻ ആന്തോളനായി മാറിയെന്നും ഇതുവരെ 15 കോടി ആളുകൾ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും പോഷകാഹാരവും ആരോഗ്യവും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടെ 25 കോടിയിലധികം പേർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 കോടിയിലധികം ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകി. സുതാര്യവും കാര്യക്ഷമവുമായ ഭരണം കാഴ്ചവെച്ച് ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലെത്തും. ഗുജറാത്ത് സർവകലാശാലയുടെ 72ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. മഹാരാഷ്ട്രയിൽ ഇന്ന് രാവിലെ നടക്കുന്ന ചടങ്ങിൽ 2000 കോടി രൂപയുടെ 8 അമൃത് പദ്ധതികളുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. PMAY അർബനിലൂടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 90,000-ലധികം വീടുകൾ പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് സമർപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിൽ ബോയിംഗ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ബോയിംഗ് സ്വകന്യ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി വൈകുന്നേരം ചെന്നൈയിൽ നിർവഹിക്കും. ജനുവരി 31 വരെ ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി എന്നിവിടങ്ങളിലായാണ് ഗെയിംസ് നടക്കുന്നത്. നാളെയും മറ്റന്നാളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ 11 മണിക്ക് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2-ന് രാമേശ്വരത്തെത്തുന്ന പ്രധാനമന്ത്രി രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തും. 21-ന് ധനുഷ്കോടിയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനവും പൂജയും നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തേസ്പൂരിലെ മഹാഭൈരവ് ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം സ്വച്ഛതാ സേവയിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ തേസ്പൂർ സർവകലാശാലയിൽ ഡോക്ടർ ഭൂപൻ ഹസാരിക അനുസ്മരണ പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. തേസ്പൂരിൽ സശസ്ത്ര സീമാബൽ സേനയുടെ 60ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടിയെയും മന്ത്രി അഭിസംബോധന ചെയ്യും. പാരീസ് കാലാവസ്ഥാ ഉടമ്പടി പ്രകാരം രാജ്യത്തെ മലിനീകരണം കുറയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ആകാശവാണി വാർത്തയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ തുടക്കം മുതൽ 300% വർധനയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. നിലവിൽ രാജ്യത്ത് പ്രതിദിനം 38 കിലോമീറ്റർ റോഡാണ് നിർമ്മിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രതിദിനം 60 കിലോമീറ്റർ എന്ന ലക്ഷ്യമാണ് മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ളതെന്നും ശ്രീ ഗഡ്കരി പറഞ്ഞു. അംഗോളൻ വിദേശകാര്യമന്ത്രി ടിറ്റെ ആന്റോണിയോയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ സഹകരണം, ഇന്ത്യ ആഫ്രിക്ക ബന്ധം വിപുലപ്പെടുത്തൽ തുടങ്ങിയവ ഇരുവരും ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സ്വാതി നിരഞ്ജൻ ജ്യോതിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. മന്ത്രിയുമായി കാറിൽ കടക്കാൻ ശ്രമിച്ച അജ്ഞാതനെ പോലീസ് കീഴടക്കി. ഉത്തർപ്രദേശിലെ അമ്മൂഷി വിമാനത്താവളത്തിന് സമീപത്താണ് സംഭവം. വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ നിയന്ത്രണം അജ്ഞാതൻ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. വസ്ത്രനിർമ്മാണ മേഖലയിൽ 103 കോടി രൂപയുടെ 9 ഗവേഷണ വികസന പദ്ധതികൾ ഉൾപ്പെടെ 11 പദ്ധതി നിർദ്ദേശങ്ങൾക്ക് ടെക്സ്റ്റൈൽ മന്ത്രാലയം അംഗീകാരം നൽകി. ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതികളാണ് ഇവ. ന്യൂഡൽഹിയിൽ ചേർന്ന ദേശീയ വസ്ത്രനിർമ്മാണ മിഷന്റെ മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പിന്റെ 8ാമത് യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അധ്യക്ഷത വഹിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ ഉപഭോഗം നിയന്ത്രിക്കാനുള്ള നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇത്തരം മരുന്നുകൾ സാധുതയുള്ള കുറിപ്പടികൾക്ക് മാത്രം നൽകാൻ രാജ്യത്തെ ഫാർമസിസ്റ്റുകൾ ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സേവന മന്ത്രാലയം നിർദ്ദേശിച്ചു. മരുന്നുകൾ കുറിക്കാനുള്ള കാരണം ഡോക്ടർമാരും മെഡിക്കൽ കോളേജുകളും കുറിപ്പടിയിൽ വ്യക്തമാക്കണം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഗുജറാത്തിൽ വഡോദര ബോട്ടപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഹർഷിത് സംഘവി അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. 12 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് വഡോദര നഗരത്തിലെ ഹാർനി തടാകത്തിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ബോട്ടപകടത്തിൽ മരിച്ചത്. 27ഓളം പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അഗ്നിശമന സേനയും എൻഡിആർഎഫ് സംഘവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബോട്ടിൽ പരമാവധിയിലധികം ആളുകൾ കയറിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെക്കുറിച്ച് വഡോദര ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷിക്കും. അപകടം നടന്ന സ്ഥലവും പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന ആശുപത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇന്നലെ രാത്രി സന്ദർശിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ലഭിക്കും. ഗുജറാത്ത് സർക്കാർ മരിച്ചവർക്ക് 4 ലക്ഷവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ബോട്ടപകടത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ അനുശോചിച്ചു. സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. പരിക്കേറ്റവർക്ക് വേഗം സുഖം പ്രാപിക്കാനാകട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് വിഷയത്തിന്മേലുള്ള ഉന്നത അധികാര സമിതി അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര, ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗോർല രോഹിണി എന്നിവരുമായി ചർച്ച നടത്തി. രാജ്യത്തെ പൌരന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ, നിയമവിദഗ്ധർ എന്നിവരിൽ നിന്നും കൂടിക്കാഴ്ചയുടെ ഭാഗമായി നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു വരികയാണെന്ന് നിയമമന്ത്രാലയം അറിയിച്ചു. പ്രാൺ പ്രതിഷ്ഠാപനത്തിന് ഒരുങ്ങുന്ന അയോധ്യയിൽ 2ാം ഘട്ട മോടിക്കൂട്ടൽ പദ്ധതിക്ക് തുടക്കമായി. ഭവ്യ അയോധ്യ അഥവാ മഹത്തായ അയോധ്യ എന്ന് പേരിട്ടിട്ടുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. അയോധ്യയിലേക്കുള്ള ദേശീയപാതയിൽ സരയൂ നദിയുടെ തീരത്തുള്ള 24 കിലോമീറ്റർ ദൂരം ചെടികളും മരങ്ങളും നട്ട് മോടി പിടിപ്പിക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇതിന്റെ ചുമതല. ജനുവരി 22-നാണ് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ മാസം 22-ന് ഉച്ചകഴിഞ്ഞ് 2:30 വരെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലെ പ്രതിദിന ശരാശരി വൈദ്യുത ലഭ്യതയിൽ വർധനയെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗ്. 2015-16 കാലയളവിൽ പ്രതിദിനം 12.5 മണിക്കൂർ എന്നത് നിലവിൽ 21 മണിക്കൂറായി ഉയർന്നു. നഗരമേഖലകളിൽ ഇത് 23.8 മണിക്കൂർ ആയിട്ടുണ്ട്. വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇന്നും വിവിധ പഞ്ചായത്തുകളിലും നഗരങ്ങളിലും യാത്രയെത്തും. ആലപ്പുഴ ജില്ലയിൽ നഗരപര്യടനം തുടരുകയാണ്. ഇന്നലെ മുല്ലക്കലിലായിരുന്നു പര്യടനം. തൃശൂരിൽ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ പര്യടനം നടത്തി. കോഴിക്കോട് കോർപ്പറേഷനിലാണ് നിലവിലെ പര്യടനം. കോഴിക്കോട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ യാത്ര നേരത്തെ പൂർത്തിയായിരുന്നു. കോട്ടയം നഗരസഭയിലെ ചിങ്ങവനത്തും മറിയപ്പള്ളിയിലും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നലെ യാത്ര ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വകുപ്പിൽ പ്രത്യേക എഞ്ചിനീയറിംഗ് വിഭാഗം രൂപീകരിക്കാനുള്ള നിർദ്ദേശത്തിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ പദ്ധതികൾ സമയബന്ധിതവും ചെലവ് കുറച്ചും നടപ്പിലാക്കാൻ കഴിയുമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനൊപ്പം പദ്ധതികൾ ഉത്തരവാദിത്തത്തോടെ സുഗമമായി നടപ്പിലാക്കാനും സാധിക്കും. ഏദൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ രക്ഷാദൌത്യത്തിനെത്തി ഇന്ത്യൻ നാവികസേന. മാർഷൽ ദ്വീപിന്റെ MV ജെൻഗോ പിക്കാഡി കപ്പലിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാതർ ഡ്രോൺ ആക്രമണം നടത്തിയത്. നാവികസേനയുടെ മിസൈൽ നശീകരണ കപ്പലായ INS വിശാഖപട്ടണമാണ് ദൌത്യത്തിൽ പങ്കാളിയായത്. റാഞ്ചിയിൽ നടക്കുന്ന FIH ഒളിമ്പിക്സ് യോഗ്യതാ സെമിഫൈനലിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് തോൽവി. ജർമ്മനിക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചാണ് ഇന്ത്യൻ സംഘം മുട്ടുമടക്കിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3-നാണ് ജർമ്മനിയുടെ വിജയം. ഇന്ന് വെങ്കല മെഡൽ മത്സരത്തിൽ ജപ്പാനെ തോൽപ്പിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ ഇടം നേടാനുള്ള അവസരം ഇന്ത്യയ്ക്ക് ലഭിക്കും. ഒളിമ്പിക്സ് യോഗ്യതാ ഫൈനലിൽ ഇന്ന് ജർമ്മനി USA-യുമായി ഏറ്റുമുട്ടും. കണ്ണൂരിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ഇന്നലെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരപ്പൂർ FC കോവളം ഫുട്ബോൾ ക്ലബിനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾക്ക് കേരള യുണൈറ്റഡ് FC കൊണ്ടോട്ടി റിയൽ മലബാർ ഫുട്ബോൾ ക്ലബിനെ തോൽപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ 2024 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ HS പ്രണോയ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രിയാൻഷു രജാവത്തിനെയാണ് പ്രണോയ് പരാജയപ്പെടുത്തിയത്. AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ ദോഹയിൽ നടന്ന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കൽപ് യാത്ര ജൻ ആന്തോളനായി മാറി. അടുത്ത മാസവും യാത്ര തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാജ്യത്തെ പ്രതിദിന റോഡ് നിർമ്മാണ പുരോഗതി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഗുജറാത്ത് വഡോദര ബോട്ടപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.